نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ പുണ്യമായ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു മനുഷ്യനായുസ്സിൽ ഏറ്റവും അധികം പരലോകത്തിലേക്ക് അധ്വാനിക്കേണ്ട ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ പ്രതിഫലം നേടിത്തരുന്നതാണ് എന്ന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണം. ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത് വേണ്ടത് ഇഖ്ലാസാണ്. അള്ളാഹുവിന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. രണ്ടാമത് വേണ്ടത് ഇത്തിബാ ആണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ആ കർമ്മം ചെയ്തത് അതേപോലെ അനുധാവനം ചെയ്യാൻ, അനുകരിക്കാൻ, അതേപോലെ മാതൃകയാക്കാൻ നമ്മൾ തുനിയണമെന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഇഹ്സാനാണ്. അല്ലാഹു തആല നേരിട്ട് നമ്മളെ കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു വിചാരത്തോടുകൂടി, വികാരത്തോടുകൂടി, ചിന്തയോടുകൂടി പ്രവർത്തനങ്ങളെ ക്രമീകരിക്കലാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം സ്വബറാണ്. ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് നാലാമത്തേത്. നന്മ ചെയ്യണമെങ്കിലും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിലും നമ്മുടെ ദേഹേച്ഛകളെ തടുക്കണമെങ്കിലും പരീക്ഷണങ്ങളെ നേരിടണമെങ്കിലുമൊക്കെ ക്ഷമയാണ് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം. നോമ്പ് ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ മാസം കാണുമ്പോഴാണ്. മാസം കാണുന്നതിനെക്കുറിച്ച് ധാരാളമായി വിവാദങ്ങളും ചർച്ചകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാസം കണ്ടു തന്നെ ഉറപ്പിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. മാസം കാണുക എന്നത് ഒരു മറവ് വന്നാൽ അത് കണ്ടില്ലെങ്കിൽ അന്ന് നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം യഥാർത്ഥത്തിൽ ചന്ദ്രനെ
ആ ചന്ദ്രക്കല ഒന്ന് കട്ടിയിൽ കണ്ടാൽ നമുക്കൊരു നോമ്പ് പോയി എന്ന് പറയാൻ പാടില്ല. കാരണം മാസം കണ്ടു, സുമൂലി റുഇയതിഹി, മാസം കണ്ടു എന്ന് ഉറപ്പിക്കുമ്പോഴാണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫർദ് നോമ്പിൻ്റെ നിയ്യത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അത് രാത്രി തന്നെ നിയ്യത്തെടുത്താലാണ് ഫർദ് നോമ്പ് വീടുക എന്ന് പ്രത്യേകം ആലോചിക്കണം. ഓരോ കർമ്മത്തിനും ആ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് നിയ്യത്തെടുക്കൽ ഏറ്റവും പ്രധാനമാണ്. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എല്ലാ കർമ്മങ്ങൾക്കും ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ചാണ് ആ കർമ്മം സ്വീകാര്യമാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ എപ്പോഴാണ് തുറക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദാ ഖബൽ ലൈലു മിൻ ഹാഹുനാ വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുനാ വഗാബത്തിശ് ശംസ് ഫഖദ് അഫ്തറ സ്വായിം. രാത്രി മുന്നോട്ട് വരികയും പകൽ പിൻവാങ്ങുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ നോമ്പുകാരൻ നോമ്പ് തുറക്കാം. ബാങ്ക് ഒരു അറിയിപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം നോമ്പ് നോറ്റവരാണ്. ബാങ്ക് ഒരു അറിയിപ്പാണ്. എന്നാൽ സമയം കൃത്യമായാൽ നമുക്ക് നോമ്പ് തുറക്കാം. ഇത് പള്ളിയിലെ മൈക്ക് കേട് വന്നാൽ അല്ലെങ്കിൽ ബാങ്ക് കേട്ടിട്ടില്ലെങ്കിൽ നോമ്പ് തുറക്കാതെ കാത്തിരിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ആ സമയമായാൽ നോമ്പ് തുറക്കുക എന്നതിലേക്ക് നമ്മൾ എത്തണം. അനാവശ്യമായ സൂക്ഷ്മത സൂക്ഷിച്ചുകൊണ്ട് ഇന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ മാത്രമേ നോമ്പ് തുറക്കൂ എന്നൊക്കെ പറഞ്ഞിരിക്കാതെ സമയമായാൽ നോമ്പ് തുറക്കുക എന്നതാണ് അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. രണ്ടാമത്തെ കാര്യം, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നുള്ളതാണ്. അത് മതമാണ്, തഖ്വയാണ്. സഹാബികൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കും, അത്താഴത്തെ പിന്തിക്കുകയും ചെയ്യും. عن عمرو بن ميمون رضي الله عنه قال كان أصحاب محمد صلى الله عليه وسلم أسرع الناس إفطارا وأبطأهم سحورا. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സഹാബികൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ നോമ്പ് തുറക്കുന്നവരും ഏറ്റവും താമസിപ്പിച്ച് അത്താഴം കഴിക്കുന്നവരുമായിരുന്നു. അത്താഴം വൈകിപ്പിക്കുകയും നോമ്പ് തുറ വേഗത്തിലാക്കുകയും ചെയ്യുക എന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും മാതൃകയിൽപ്പെട്ടതാണ്. അമ്പിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് തഅജീലുൽ ഇഫ്താർ തഅഖീറുസ് സുഹൂർ വസ്സിവാക്. മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുകയാണ് മുർസലീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടത്. ഒന്ന്, ആ നോമ്പ് തുറ വേഗത്തിലാക്കുക. രണ്ട്, ആ അത്താഴം അവസാന സമയത്ത് കഴിക്കുക. മൂന്ന്, വസ്സിവാക്, പല്ല് തേക്കുക എന്നത്. ഈ മൂന്ന് കാര്യങ്ങളും നോമ്പിൽ പ്രായോഗികമായി നിർവഹിക്കാനുള്ള ഒരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അമ്പിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ലാ യസാലുന്നാസു ബിഖൈറിൻ മാ അജ്ജലു അൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം നന്മയിലായിരിക്കുമെന്ന്. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നത് ഭക്ഷണത്തിനുള്ള ആർത്തി കൊണ്ടല്ല, മുർസലീങ്ങളെ പിൻപറ്റണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. عن زيد بن ثابت رضي الله عنه قال تسحرنا مع النبي صلى الله عليه وسلم ثم قام إلى الصلاة قلت كم كان بين أذان والسحور قال قدر 50 آية. زيد بن ثابت رضي الله عنه നിവേദനം, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിച്ചു. അനന്തരം സുബ്ഹി നമസ്കരിക്കാൻ വേണ്ടി നിന്നു. ഒരാൾ ചോദിച്ചു, അതിനിടയിൽ എത്ര സമയമുണ്ടായിരുന്നു? നിവേദകൻ പറഞ്ഞത് ഖദ്റു 50 ആയ, 50 സൂക്തങ്ങൾ പാരായണം ചെയ്യുന്ന സമയം. അപ്പോൾ സഹാബത്ത് എന്ത് ചെയ്തിരുന്നു? ആ ഒരു സുഹൂർ കഴിഞ്ഞാൽ, അത്താഴം കഴിഞ്ഞാൽ ഇനി ഒന്ന് കിടക്കട്ടെ, ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കാന്ന് വിചാരിച്ച് ഇബ്ലീസിനൊരു ചാൻസ് കൊടുക്കുന്ന പരിപാടിയല്ല. മറിച്ച് ആ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 50 ആയത്ത് പാരായണം ചെയ്യുന്ന സമയമാണ് സുബഹി നമസ്കാരത്തിനുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ആ 50 ആയത്ത് അതിൻ്റെ ഇടയിൽ ഓതണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മൂന്നാമത്തെ കാര്യം, നോമ്പ് തുറക്കേണ്ടത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു ഖബ്ല അൻ യുസല്ലി അലാ റുതബാത്ത് ഫഇൻ ലം തകുൻ റുതബാത്തും വതംറാത്ത് ثم لم تكن تمرات ഹസവാത്തിൻ മിമ്മാ
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കരിക്കുന്നതിന് മുമ്പായി ഏതാനും റുത്ബ് പാകമായ പഴുത്ത ഈത്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് തുറക്കാറുണ്ടായിരുന്നു. ഇനി പഴുത്ത ഈത്തപ്പഴം ലഭ്യമല്ലെങ്കിൽ തമ്ര ഉണങ്ങിയ ഈത്തപ്പഴം കൊണ്ട് അദ്ദേഹം നോമ്പ് തുറക്കും. ഉണങ്ങിയ ഈത്തപ്പഴവും ഇല്ലെങ്കിൽ ഏതാനും ദാഹജലം കുടിച്ച് അദ്ദേഹം നോമ്പ് തുറക്കുമായിരുന്നു. അപ്പോൾ നേരെ ജ്യൂസ് കുടിക്കുകയല്ല, നേരെ ഫ്രൂട്ട്സ് കഴിക്കുകയല്ല, നേരെ എണ്ണക്കടികളിലേക്ക് തിരിയുകയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആദ്യം പഴുത്ത കാരക്കയുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഉണങ്ങിയ ഈത്തപ്പഴം നോക്കുക, അല്ലെങ്കിൽ പഴുത്ത ഈത്തപ്പഴം ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഉണങ്ങിയ ഈത്തപ്പഴം ഉണ്ടോ നോക്കുക, കാരക്കയുണ്ടോ നോക്കുക, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് നോമ്പ് തുറക്കാം. നോമ്പ് തുറന്നു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നോമ്പിൻ്റെ സമയത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ആ നോമ്പ് തുറക്കുന്ന സമയത്തെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. നോമ്പ് തുറക്കുന്ന വിഭവങ്ങളുടെ മുമ്പിൽ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പെത്തുകയും ആ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മളൊന്ന് ദുആ ഇരുന്നാൽ ആ ദുആ അല്ലാഹു തആല കേൾക്കുകയും ചെയ്യും. ഇപ്പോൾ 30 ദിവസത്തെ നോമ്പുണ്ടെങ്കിൽ 30 കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് അതൊക്കെ ചോദിക്കാനുള്ള സമയമാണ് യഥാർത്ഥത്തിൽ ആ കാത്തിരിക്കുന്ന സമയം എന്ന് നമ്മൾ ചിന്തിക്കണം. ആ സമയത്ത് പ്രാർത്ഥിക്കുന്നവൻ ഒരാശ്വാസമാണ്. രണ്ടാമത്തേത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള സംസാരമാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ആ ക്ഷീണമേറിയ സമയത്ത്, ഭക്ഷണത്തിന് ആഗ്രഹമുള്ള സമയത്ത്, വെള്ളം കണ്ട് ദാഹിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാൽ വളരെ വലിയ കാര്യം തന്നെയാണ്. നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ആ വെള്ളമൊക്കെ എത്തിക്കഴിഞ്ഞൊരാശ്വാസം ലഭിക്കുമ്പോൾ എൻ്റെ ദാഹമിതാ തീർന്നിരിക്കുന്നു, എൻ്റെ നരമ്പുകൾ നനഞ്ഞിരിക്കുന്നു, ഇൻഷാ അല്ലാഹ്, അങ്ങനെ എനിക്ക് ആ പ്രതിഫലം ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറച്ചിരിക്കുന്നു എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കുക എന്നത് അയാളുടെ നോമ്പ് ലഭിക്കുന്നതിനുള്ള പ്രതിഫലമാണ്. അയാൾ നോമ്പ് നോറ്റ അതേ പ്രതിഫലം നമുക്കും കിട്ടും. ഒരു 10 പേരെ നോമ്പ് തുറപ്പിച്ചാൽ 10 നോമ്പിൻ്റെ പുണ്യം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വളരെയേറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കുക എന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലം തന്നെ നോമ്പ് തുറപ്പിച്ചയാളിന് ലഭിക്കും. അൻസൈദ് ഇബ്നു ഖാലിദ് الجهني رضي الله عنه قال رسول الله صلى الله عليه وسلم من فطر صائما كان له مثل أجره غير أنه لا ينقص من أجر الصائم شيئا. സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് തുറപ്പിക്കുന്നവന് ആ നോമ്പുകാരൻ്റെ അത്ര തന്നെ പുണ്യം ലഭിക്കും. അയാളുടെ പ്രതിഫലത്തിൽ നിന്നും യാതൊന്നും കുറയാതെ തന്നെ നേടാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ദരിദ്രരോടൊപ്പമല്ലാതെ നോമ്പ് തുറക്കാറില്ലായിരുന്നു. ആരെങ്കിലും ഭക്ഷണം ചോദിച്ചു വന്നാൽ തൻ്റെ മുന്നിലുള്ള വിഭവങ്ങൾ അവർക്ക് നൽകും. അദ്ദേഹം തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടുകാരുടെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അന്ന് നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലാതെയായിരിക്കും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തള്ളി നീക്കുക എന്നാണ് പറയുന്നത്. ഒരു ദരിദ്രനെ നോമ്പ് തുറക്കാൻ വേണ്ടി ക്ഷണിക്കുക, അയാൾക്ക് നോമ്പ് തുറക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ നോമ്പ് കൂടി എനിക്ക് ലഭിക്കണമെന്ന പരലോകത്തേക്കുള്ള ഒരു ആർത്തി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. സലഫുകൾ നൽകിയ പാഠം ഇതിൽ വളരെ വലുതാണ്. സലഫുകൾ നോമ്പ് തുറപ്പിച്ചപ്പോൾ ശ്രദ്ധിച്ച പ്രധാന കാര്യങ്ങൾ, ഒന്നാമത്തേത് രഹസ്യമായി നൽകുക എന്നത്. പലരും ആരും അറിയാതെയാണ് ദരിദ്രരുടെ വീടുകളിൽ ഭക്ഷണം എത്തിച്ചിരുന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. 2, മുൻഗണന നൽകുക. തങ്ങൾക്ക് വിശക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്ന മുൻഗണനയിൽ മുന്നോട്ട് പോകാനാണ് സലഫുകൾ ആഗ്രഹിച്ചിരുന്നത്, അവർ ചെയ്തിരുന്നത്. 3-മത്തേത് ഒരു സാലിഹായ ആ നോമ്പുകാരെന്ന് നോമ്പ് തുറപ്പിക്കുക എന്നത്. സ്വാലിഹായ സദ്വത്തരായ ആളുകൾ നോമ്പ് തുറപ്പിക്കുന്നത് വഴി അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം തനിക്കും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. 5 വക്ത് ജമാഅത്ത് നമസ്കരിക്കുന്ന, ഒരു ജമാഅത്തും നഷ്ടപ്പെടാത്ത, എന്നാൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യമുള്ള ഒരാളെ നമ്മൾ നോമ്പ് തുറപ്പിക്കുമ്പോൾ അയാൾ വളരെ ഇഖ്ലാസോടുകൂടി നോമ്പ് തോൽക്കും. ആ നോമ്പിൻ്റെ ആ ഇഖ്ലാസിൻ്റെ പ്രവർത്തനം, ആ ഇഖ്ലാസിൻ്റെ പ്രതിഫലം പോലും
ആ നോമ്പ് തുറപ്പിക്കുന്നവന് കിട്ടുമെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് തുറപ്പിക്കുക, നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവങ്ങൾ എത്തിക്കുക. നമ്മുടെ ചെലവിൽ ഒരു മാസം ഒരു ദരിദ്രരായ കുടുംബം നോമ്പ് തുറക്കുക എന്നതൊക്കെ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. ആറാമത്തെ ഒരു കാര്യം, നോമ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റമദാനിൽ മാത്രമുള്ള ആരാധനയല്ലെങ്കിലും റമദാനിൽ ചില പ്രത്യേകതകളുള്ള കാര്യമാണ് രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നത്. രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വം നമുക്ക് അറിയണം, അത് പഠിക്കണം, മനസ്സിലാക്കണം. അത് ഉൾക്കൊണ്ട് അത് ചെയ്യുമ്പോഴേ അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ നമസ്കാരത്തിന് ധാരാളം മഹത്വങ്ങൾ ഹദീസിൽ കാണാം. ഒന്ന്, ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് രാത്രി നമസ്കാരം. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുസ്സലാത്തി അഫ്ളൽ ബഅദൽ മക്തൂബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഫർള് നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നമസ്കാരം ഏതെന്ന്. ഖാല സ്വലാത്തുൽ ലൈൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി നമസ്കാരം. ഫർളായ 5 നമസ്കാരത്തിന് ശേഷം ഏറ്റവും പവിത്രമായ, ഏറ്റവും മഹത്വമേറിയ, പ്രതിഫലാർഹമായ നമസ്കാരമാണ് രാത്രി നമസ്കാരമെന്ന്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുസ് സിയാമു ബഅദ റമദാൻ ശഹ്റുല്ലാഹി മുഹറം വഅഫ്ളലുസ് സ്വലാത്തു ബഅദ ഫരീളത്തുൻ സ്വലാത്തുൽ ലൈൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിലുള്ളതാണ്. ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രി നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രാത്രി എത്രയാണ് നമസ്കരിക്കേണ്ടത്? 11 റക്അത്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നത്. മഹാനായ ബുഖാരി റഹ്മഹുല്ലയും മുസ്ലിം റഹ്മഹുല്ലയും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്ക് മുത്തഫഖുൻ അലൈഹി എന്നാണ് പറയപ്പെടുന്നത്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാല, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ പറയുന്നു, മകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ 11 റക്അത്തിനപ്പുറം വർദ്ധിപ്പിക്കുമാറുണ്ടായിരുന്നില്ല. 11 റക്അത്തായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരമെന്ന് കൂടെ ജീവിച്ച ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. നമസ്കരിക്കേണ്ട രീതി എങ്ങനെയാണ്? രാത്രി നമസ്കാരം 2 റക്അത്തുകൾ വീതമാണ് നിർവഹിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സ്വലാത്തുൽ ലൈലി മത്നാ മത്നാ ഫഇദാ ഖശിയ അഹദുകുമുസ് സുബ്ഹ സ്വല്ലാ റക്അതൻ വാഹിദ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി നമസ്കാരം ഈ 2 റക്അത്തുകളാകുന്നു. നിങ്ങൾ ആരെങ്കിലും പ്രഭാതത്തെ സുബ്ഹി ഭയപ്പെട്ടാൽ അവൻ 1 റക്അത്ത് നമസ്കരിക്കട്ടെ. അത് അവൻ അതുവരെ നമസ്കരിച്ചതിനെല്ലാം വിത്ർ ഒറ്റക്കായി ആക്കി മാറ്റും. അപ്പോൾ വിത്റായിട്ട് അവസാനത്തെ റക്അത്ത് ഒറ്റ 1 റക്അത്തായിട്ട് നമസ്കരിക്കണം. അഥവാ ആ ഒരു 8 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം അവസാനത്തെ 3 റക്അത്തിൽ ഒന്നിൽ സൂറത്തുൽ ആലയും മറ്റൊന്നിൽ കാഫിറൂനും അവസാനത്തെ സൂറത്തുൽ ഇഖ്ലാസുമൊക്കെ ഓതിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. ഖുർആനിൻ്റെ മാസമാണ്, ഷഹറുൽ ഖുർആനാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ കലാമാണത്. അള്ളാഹു തആല നമ്മളോട് സംസാരിക്കുകയാണ് ഖുർആനിലൂടെ. ആ സംസാരം കേൾക്കാനും ആ സംസാരം വായിക്കാനും ആ സംസാരത്തോട് പ്രതികരിക്കാനും പറ്റുന്ന ഒരു പുണ്യമാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് കൃത്യമായി മനസ്സിലാക്കി ആ ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ട, ശക്തി നൽകേണ്ട ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എപ്പോഴാണ് നാം ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്ന് ഒരു പ്ലാനിങ് നമ്മുടെ കയ്യിൽ വേണം. രാവിലെ സുബഹിക്ക് മുമ്പ് എത്ര ഓതണം, സുബഹിന് ശേഷം എത്ര ഓതണം, ളുഹറിന് പള്ളിയിൽ നേരത്തെ എത്തി ഓതാൻ കഴിയുമോ, ളുഹറിന് ശേഷം ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ളുഹറിന് ശേഷം എത്ര സമയം അവിടെ ഖുർആൻ ഓതി ഇരിക്കാൻ പറ്റും എന്നാലോചിക്കണം. അസറിന് ശേഷം പള്ളിയിൽ ഇരുന്ന് കുറച്ചു നേരം ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കുമോ? മഗ്രിബിൻ്റെ സമയത്ത് ശേഷം ഇശാക്ക് ശേഷം തറാവീഹ് കഴിഞ്ഞിട്ട് പോകുന്ന സമ്പ്രദായങ്ങളൊക്കെ ചില ആളുകൾ നടത്താറുണ്ട്. അഥവാ ആ നോമ്പ് തുറന്ന് ജമാഅത്തിന് വന്ന്
തറാവീഹ് വരെ ഖുർആൻ പാരായണം ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അള്ളാഹു ചിലരെ ഉയർത്തും ചിലരെ താഴ്ത്തും ഖുർആൻ കൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ്, ഈ ഗ്രന്ഥം കൊണ്ട് ചില ആളുകളെ അല്ലാഹു തആല ഉയർത്തും. അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ, ജനങ്ങളിൽ ചില ഉയർത്തുകയും ചില ആളുകളെ താഴ്ത്തുകയും ചെയ്യും. നമ്മൾ ഖുർആൻ കൊണ്ട് ഉയർച്ച ലഭിച്ചവരാണോ ഖുർആൻ കൊണ്ട് താഴ്ച ലഭിച്ചവരാണോ എന്ന് ആലോചിക്കണം. ഖുർആനെ മുന്നിൽ വെച്ച ആളുകളായി നമ്മൾ മാറണം. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم القرآن شافع مشفع ما خل مصدق ما جعله أمامه قاده إلى الجنة ومن جعله خلفه ساقه إلى النار. ഖുർആനിൽ നിന്ന് പരലോകത്ത് ശുപാർശക്ക് അനുവാദം നൽകും. ഖുർആനിനോട് പറയും, ശുപാർശ നടത്തിക്കോ നിന്റെ ആളുകൾക്ക് എന്ന് പറയും. അപ്പോൾ ഖുർആൻ പറയും, എനിക്ക് വേണ്ടി ഉറക്കമുളച്ചവർ, എന്നെ പാരായണം ചെയ്തവർക്ക് നീ സ്വർഗം നൽകണേ എന്ന് ഖുർആൻ എടുത്തു പറയും. അത് ശുപാർശ ചെയ്യും. ഖുർആനിനെ മുന്നിൽ നിർത്തിയവരെ ഖുർആൻ സ്വർഗത്തിലേക്ക് നയിക്കും. ഖുർആനിനെ പിന്നിൽ നിർത്തിയവരെ അത് നരകത്തിലേക്ക് നയിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി പറയുകയാണ്, റമദാൻ എന്നാൽ ഖുർആൻ പാരായണത്തിൻ്റെയും ഭക്ഷണം നൽകുന്നതിൻ്റെയും മാസമാണ്. റമദാൻ എന്നാൽ ഖുർആൻ പാരായണത്തിൻ്റെയും ഭക്ഷണം നൽകുന്നതിൻ്റെയും മാസമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുകയാണ്, റമദാൻ പ്രവേശിച്ചാൽ ഹദീസ് ക്ലാസുകളും വിജ്ഞാന സദസ്സുകളും നിർത്തിവെച്ച് മുസ്തഹബെടുത്ത് പാരായണം ചെയ്യുന്നതിൽ മുഴുകുമായിരുന്നു സലഫുകളെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുകയാണ്. ഖത്താദ റഹ്മത്തുള്ളാഹി പറയുന്നു, എല്ലാ ദിവസത്തിലും ഖുർആൻ ഖത്തമ് തീർത്തിരുന്ന അദ്ദേഹം റമദാൻ വന്നാൽ അത് 3 ദിവസത്തിലൊരിക്കലാകും. എല്ലാ 7 ദിവസത്തിലും ഖത്തം തീർത്തിരുന്നു ഖത്താദ റഹ്മത്തുള്ളാഹി. എന്നിട്ട് റമദാൻ ആകുമ്പോൾ 3 ദിവസത്തിലൊരിക്കൽ ഖത്തം തീർക്കും. അവസാനത്തെ 10 വന്നാൽ എല്ലാ രാത്രിയിലും ഖത്തമ് തീർത്തിരുന്നു ഖത്താദ റഹ്മത്തുള്ളാഹി എന്ന് ചരിത്രത്തിൽ കാണാം. അതേപോലെ നമ്മളും ഖുർആൻ എത്ര തവണ ഓതി തീർക്കണമെന്ന് ആലോചിക്കണം. 10 ദിവസം കൊണ്ട് ഖുർആൻ തീരണമെങ്കിൽ 3 ജുസ് വീതം ഒരാൾ ഓതണം. അപ്പോൾ അയാൾക്ക് 3 പ്രാവശ്യം തീർക്കാൻ പറ്റും. ഒരാൾ 1 പ്രാവശ്യം തീർക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾ ഓതേണ്ടത് ഓരോ ജുസ് ആണ്. അതേപോലെ 2 ജുസ് ഓതുകയാണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം ഖത്തം തീർക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഷെഡ്യൂൾ വെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. 20 പേജാണ് ഒരു ജുസ് എന്നത്. 20 പേജ് പാരായണം ചെയ്യാൻ അധിക സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനിയോ 9ാമത്തെ കാര്യം, ഭക്ഷണത്തിൽ മിതത്വമില്ലായ്മ നമ്മുടെ നോമ്പിനെ നശിപ്പിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ മിതത്വമില്ലായ്മ, ആ എണ്ണക്കടി കഴിച്ച് എല്ലാതും ഒരു വഴിപാട് പോലെ ഭക്ഷണം വിശപ്പ് തീർന്നാലും പിന്നെയും കഴിച്ച് മൂക്കറ്റം മുട്ടി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് തറാവീഹിനെ ബാധിക്കും. അത് നമ്മുടെ ഇബാദത്തിനെ ബാധിക്കും. അത് പകലിലെ ക്ഷീണത്തിനെ ബാധിക്കും. ആ സുഹൂറിൻ്റെ സമയത്ത് അധികം ഭക്ഷണം കഴിച്ചവന് പകല് മുഴുവൻ ക്ഷീണം വന്നുകൊണ്ടിരിക്കും. ആ മഗ്‌രിബിന് നല്ലവണ്ണം ഭക്ഷണം കഴിച്ചവന് തറാവീഹിന് ഉറങ്ങാതെ നിൽക്കാൻ സാധിക്കുകയില്ല. നമ്മളെ ഇബാദത്തിനെ ബാധിക്കുന്ന, ആഖിറത്തിലേക്കുള്ള മഈശത്തിനെ ബാധിക്കുന്ന, ആഖിറത്തിലേക്കുള്ള നമ്മുടെ ഇബാദത്തിൻ്റെ മാർക്കിനെ ബാധിക്കുന്ന രൂപത്തിൽ ഭക്ഷണ ക്രമീകരണം വരുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. രാത്രി നമസ്കാരങ്ങൾ തറാവീഹിന് മടിയുണ്ടാകുന്നൊരവസ്ഥയുണ്ടാകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണിച്ചു, പിന്നെ മറിഞ്ഞു വീണു, പിന്നെ തറാവിന് പോകാൻ വയ്യ. അത് പകല് നോമ്പ് നോറ്റത് കൊണ്ടല്ല, മറിച്ച് ആ സമയത്തെ ഭക്ഷണം കൊണ്ടാണ്. ഈ പഞ്ചസാരയും എണ്ണക്കടിയും എല്ലാം കയറ്റി അതിനുശേഷം വിശപ്പ് മാറിയിട്ടും വീണ്ടും വഴിപാട് പോലെ പൊറാട്ടയും പത്തിരിയും ഇങ്ങനെ തിന്ന് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. റമദാനിലാണോ ശഅബാനിലാണോ വീട്ടിലെ ബില്ല് കൂടുതൽ വരിക? റമദാനിലാണോ ശവ്വാലിലാണോ വീട്ടിലെ പലചരക്ക് കടയിലെ ബില്ല് കൂടുതൽ വരിക? ഇറച്ചിക്കടയിലെ ബില്ല് കൂടുതൽ വരിക എന്ന് നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരക്കയും പച്ചവെള്ളം കൊണ്ട് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിന് ശേഷം
ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം 3 ദിവസത്തിലൊരിക്കലായിരുന്നു കഴിച്ചിരുന്നത്. നമ്മൾ 3 ദിവസം 18 നേരം അഥവാ ഒരു ദിവസം 6 നേരം ഭക്ഷണം കഴിക്കുന്നവർ 3 ദിവസം 18 നേരം ഭക്ഷണം കഴിക്കുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കഴിക്കുന്നതിൻ്റെ 18 അഥവാ 3 ദിവസം 1 നേരം വേവിച്ച ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മദീനയിലെത്തിയതിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഭക്ഷണക്രമം നമ്മൾ തന്നെ ആലോചിച്ചാൽ നമുക്ക് തന്നെ അതൊരു ഭീകരമായ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഒരു 2.5 ഇഞ്ച് നാവിന് വേണ്ടി, ഒരു 2.5 ഇഞ്ച് നാവിൻ്റെ രുചിക്ക് വേണ്ടിയാണ് ഈ വയറ് മുഴുവൻ നിറക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഭക്ഷണത്തിനോടുള്ള ആർത്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലും സന്ദർഭത്തിലുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ക്രമത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വീട്ടിലൊന്ന് കൂടിയിരുന്ന് എന്ത് ഭക്ഷണക്രമമാണ് ആവശ്യമുള്ളത് എന്ന് ചിന്തിച്ച് അത് കണ്ടെത്തി ഓരോ ദിവസത്തെയും മെനു തീരുമാനിച്ച് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ച് ഇബാദത്തിന് ആവേശമുണ്ടാകുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും വയറ് നിറഞ്ഞാൽ ചിന്തിക്കാനോ പ്രാർത്ഥിക്കാനോ ചൊല്ലുന്നതിൻ്റെ അർത്ഥം ചിന്തിക്കാനോ ഒന്നും സാധിക്കുകയില്ല. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞ രൂപത്തിൽ കുലു വശ്റബു വലാ തുസ്രിഫു, കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുക കുടിക്കുക, വലാ തുസ്രിഫു, അത് അതിരു കവിയരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, പിശാചിൻ്റെ കൂട്ടുകാരാണ് ധൂർത്തന്മാർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ധൂർത്തു വരാതെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും അതേപോലെ ജീവിതക്രമത്തിലെ മറ്റുള്ള കാര്യങ്ങളിലും ധൂർത്തു വരുന്നുണ്ടെങ്കിൽ അത് പൈശാചികമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. കാശ് വെറുതെ പോകുന്നു, തടി വെറുതെ കേടുവരുന്നു, ഇബാദത്തിനെ ബാധിക്കുന്നു, ഉറക്കം വരുന്നു, എന്തൊക്കെ ദുരന്തങ്ങളാണ് നമ്മൾ ഭക്ഷണം അധികം കഴിക്കുന്നത് കൊണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഒരു സ്ത്രീ അവരുടെ കൈ കൊണ്ടുണ്ടാക്കണം. അവരുടെ സമയം അത്ര നഷ്ടമാണ്, അവരുടെ ഇബാദത്ത് എത്ര നഷ്ടമാണ്. സ്ത്രീകൾക്ക് ആ ഒരു റമദാനിൽ ഇബാദത്ത് ചെയ്യാനുള്ള സമയം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഭക്ഷണം അധികമായി ഉണ്ടാക്കുന്നതിലുണ്ട്. ഒരു നോമ്പ് തുറക്ക് ക്ഷണിക്കുമ്പോൾ ഒരു ഐറ്റം ഭക്ഷണം മതിയോ അതോ 16 ഐറ്റം ഭക്ഷണം വേണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ധൂർത്തന്മാരെ അള്ളാഹുവിന് ഇഷ്ടമില്ല. ധൂർത്ത് പൈശാചികമാണ്. ധൂർത്തിനെ അള്ളാഹുവും റസൂലും അനുകൂലിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുകയും അത് നമ്മുടെ ഇബാദത്തിനെ ബാധിക്കുമെന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അല്ലാഹു തആല കൃത്യമായി നോമ്പെടുക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണം എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്. നോമ്പുമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇശാഇന് ശേഷം സംസാരിച്ചിരിക്കുന്നതും അല്ലാഹു വിരോധിച്ചിരിക്കുന്നു. ഇപ്പോഴുള്ള ഫാഷൻ ഇശാഇന് ശേഷം തറാവീഹ് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് ഏതെങ്കിലും ടൗണിൽ പോകുക, അവിടുന്ന് സോഡ കുടിക്കുക, അവിടെ ഇരിക്കുക, 2 മണിക്ക് വീട്ടിൽ വരിക, എന്നിട്ട് പുലർച്ചെ ആടി എഴുന്നേൽക്കുക, എന്നിട്ട് വേണ്ട പോലെ ഭക്ഷണം കഴിക്കാതിരിക്കുക, പകൽ മുഴുവൻ ആ ഇബാദത്തിനെ ബാധിക്കുന്ന രൂപത്തിലാകുക. തറാവീഹ് കഴിഞ്ഞാൽ വീട്ടിലെത്തുക, ഉറങ്ങുക, രാവിലെ നീക്കുക, അത്താഴം കഴിക്കുക, നോമ്പ് നോൽക്കുക. ഈ ഷെഡ്യൂൾ ആ ഒരു നോമ്പിൻ്റെ കാലത്തെങ്കിലും അതൊരാഘോഷത്തിൻ്റെ കാര്യമല്ല. ഈ നോമ്പ് അത് ഇബാദത്തിൻ്റെ മാസമാണ്, ഖുർആൻ്റെ മാസമാണ്, സ്വതക്കയുടെ മാസമാണ്, ഈമാനിൻ്റെ മാസമാണ്, തഖ്വയുടെ മാസമാണ് എന്ന് മിനിമം അത് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയെങ്കിലും നമ്മൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നത് നോമ്പിനെ ബാത്തിലാക്കും, രാത്രി നമസ്കാരത്തിനെ ബാത്തിലാക്കും, അത് സുബഹി നമസ്കാരത്തിനെ പോലും അത് ബാധിക്കും. അതേപോലെ അവസാനത്തെ 10 അത് പള്ളിയിലിരിക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഷോപ്പിംഗ് മാളിൽ പോയി ആണും പെണ്ണും കൂടിക്കലർന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാശ് ഉണ്ടെങ്കിൽ ഈ റമദാനിൻ്റെ മുമ്പ് തന്നെ ആ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണമെങ്കിൽ നേരത്തെ തന്നെ എടുത്തു വെച്ച് ആ നോമ്പിനെ ആ ടെക്സ്റ്റൈൽസിൽ കയറുന്ന ഒരവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതേപോലെ മഗ്‌രിബ് ജമാഅത്ത് നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. വളരെ ഗൗരവമാണ്.
വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുക എന്ന ഒരു ശാഠ്യം കൊണ്ട് മഗ്‌രിബ് ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന കുറേ ആളുകളുണ്ട്. മഗ്‌രിബ് ജമാഅത്തിന് നോമ്പ് തുറക്കുക എന്നുള്ളത് എക്സ്ക്യൂസ് അല്ല. ഒരു സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരാളും നോമ്പിൻ്റെ കാലത്ത് മഗ്‌രിബ് ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. എന്തൊക്കെയാണോ നോമ്പിൻ്റെ കാലത്ത് ശ്രദ്ധിക്കേണ്ടത് അത് പൂർണ്ണമായി ശ്രദ്ധിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. നല്ലൊരു പ്ലാൻ ഇപ്പോൾ നോമ്പിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കണം. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ നോമ്പിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന ഒരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഈ നോമ്പ് കാലത്തെ നമുക്ക് ധന്യമാക്കാൻ, പുണ്യങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ സാധിക്കും. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ നോമ്പിനെ കഴിഞ്ഞ നോമ്പുകളെക്കാൾ വളരെ ഉന്നതമായി ഈമാനോടുകൂടി ഈ നോമ്പിനെ വരവേൽക്കാനും ഈ നോമ്പിനെ കൊണ്ടു നടക്കാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.